ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതേ നല്ല അടിപൊളി മീൻകറിയാണ്. നല്ല കുടംപുളി ഇട്ട് വെച്ച മീൻകറി. അപ്പോൾ ഈ മീൻകറി നമുക്കൊരു 2-3 ദിവസം വരെ നമുക്ക് രാവിലെയും വൈകുന്നേരം ഒന്ന് ചൂടാക്കി അതേ മൺചട്ടിയിൽ വെച്ചാൽ ദിവസം കൂടും തോറും രുചി കൂടുന്ന മീൻകറിയാണ്. അപ്പം ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 1.5 കിലോ വരുന്ന ഹമാം എന്ന് പറയുന്ന മീനാണ്. ഇത് കിങ് ഫിഷും മോദയൊക്കെ പോലെയുള്ളൊരു കാറ്റഗറി വരുന്ന മീനാണ്. തൊലി കളഞ്ഞു കിട്ടുന്ന മീൻ ഞാൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗോതമ്പ് പൊടിയും ഉപ്പും കൂടി പുരട്ടി വെച്ചാണ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള മീൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് കുതിരാനായി വെക്കാം. ഞാനൊരു 5 വലിയ കുടംപുളിയാണ് ഇട്ടിരിക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടംപുളി ആയതുകൊണ്ട് നല്ല ഉറയുള്ള പുളിയാണ് കേട്ടോ. ഇനി ഞാനൊരു മൺചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു 1/4 സ്പൂൺ ഉലുവ കൂടി ചേർത്ത് പൊട്ടിച്ചു. ഇനി അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയാണ് ആദ്യം ചേർക്കേണ്ടത്. അപ്പം ഇഞ്ചി ഒന്ന് വഴന്നതിന് ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കണത്. കാരണം വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും 2 വേവാണുള്ളത്. ഇനി ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്തത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക്. അവിടെ നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് എങ്കിൽ നിങ്ങൾക്ക് 3-4 ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മുളക് പൊടി നല്ല എരിവുള്ളതും കൂടി ആയതുകൊണ്ട് ഞാൻ 2 എണ്ണേ ചേർത്തുള്ളൂ. പിന്നെ കുഞ്ഞുള്ളി ഒരു 6 കുഞ്ഞുള്ളിയും കൂടി കുഞ്ഞായി നുറുക്കി ഇതിൻ്റെ കൂടെ ഇട്ടു. അപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെ ഒരു കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തൊലി കളഞ്ഞ് കിട്ടുന്ന ക്യൂബ്സ് ആയിട്ടുള്ള മീനാണെങ്കിലാണ് കേട്ടോ ഞാൻ ഗോതമ്പ് പൊടിയും ഉപ്പും കൂടി പുരട്ടി വെക്കണത്. അതല്ല തൊലിയുള്ള മീനാണ് കറി വെക്കാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പം സാൽമൺ പോലെയോ സീബാസ് പോലെയുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ തൊലി കളയാറില്ല. അങ്ങനെയുള്ള മീൻ ഞാൻ എടുക്കുമ്പോൾ കുറച്ച് നാരങ്ങ നീരും ഉപ്പും പുരട്ടി ഒരു 15 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ കത്തിയും കൊണ്ട് ഒന്നങ്ങ് വടിച്ചു കൊടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി അതിന് വേണ്ട മസാലകൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരുമിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവയെല്ലാം കൂടി നമുക്ക് ഈ വഴന്ന് വന്നിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോവാതെ നോക്കണം. ഇനി നമുക്ക് ഇവിടെ കുതിരാൻ വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളത്തോട് ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വേണം കേട്ടോ കുതിരാനായിട്ട് ഇടാനായിട്ട്. അല്ലെങ്കിൽ അതിനകത്ത് ഈ പുകയൊക്കെ അടിച്ചുള്ള കുടംപുളിയല്ലേ ഉണങ്ങിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുകച്ചുവയൊക്കെ നിൽക്കും. അപ്പോൾ കുറച്ച് കഴുകിയിട്ട് വേണം ഇടാനായിട്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് തിളയ്ക്കാനായിട്ട് എണ്ണ തെളിയുന്ന വരെ വെയിറ്റ് ചെയ്യണം. അതുപോലെ തിളച്ച് എണ്ണ തെളിയട്ടെ. അപ്പോഴത്തേക്ക് ഈ മസാലയും എല്ലാം ആയിട്ട് ഓക്കെ ആയി വരും. കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നവർക്ക് ഈ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നുള്ളിടത്ത് ഒരു 4 സ്പൂണോ 4.5 സ്പൂണോ മുളക് പൊടി ചേർക്കാൻ കേട്ടോ. അതിന് എരിവില്ല. അപ്പം നല്ല കുറുകിയ ചാറ്, കുറച്ചുകൂടെ കുറുകിയ ചാറ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി നമ്മൾ മീൻ ഇടുകയാണ്. അപ്പം മീനെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറച്ച് വെള്ളത്തിൻ്റെ കുറവോടെ തോന്നി. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. മീനിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോവും. അത്രയും വെള്ളം എനിക്കിഷ്ടമില്ല. എന്നാൽ ആവശ്യത്തിന് വെള്ളം വേണം താനും. അപ്പോൾ ഇത് നമ്മുടെ മീൻ ആവശ്യത്തിന് കറക്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നമുക്കിത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കത് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് വേവട്ടെ. മീനിട്ട് തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കുത്തി ഇളക്കരുത്. പതുക്കെ ഒരു സൈഡിൽ നിന്ന് അനക്കി ഇളക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് വേവിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഫ്ലെയിമിൽ കിടന്നാണ് കേട്ടോ മീൻകറി വേവേണ്ടത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ല കോക്കനട്ട് ഓയിൽ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് 1 മണിക്കൂറിന് ശേഷമേ തുറന്നു നോക്കാവുള്ളൂ. ഈ മീൻകറി എത്ര ദിവസം ഇരുന്നാലും കേടാവില്ല. നമുക്ക് അടിപൊളിയായിട്ട് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്